ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സിമി. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ കൊട്ടിയൂർ ട്രിപ്പിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ? അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ 2 ദിവസത്തെ ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൊട്ടിയൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ മൃദംഗശൈലേശ്വരിയിലാണ് പോയത്. അവിടുന്ന് പറശ്ശിനിക്കടവ്, തൃച്ചംബരം, അതുപോലെ തന്നെ രാജരാജേശ്വരി ക്ഷേത്രം, കാടാമ്പുഴ, കൊടുങ്ങല്ലൂർ ഇവിടെയെല്ലാം കയറിയായിരുന്നു. ഇപ്പം നമ്മൾ കൊട്ടിയൂരിൽ നിന്ന് നേരെ പറശ്ശിനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന സ്നാക്സും ചിപ്സ് സാധനങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട്. മിക്കവാറും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. എൻ്റെ കയ്യിലാണ് എല്ലാവരും തരുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് തൃച്ചംബര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. നമ്മൾ പറശ്ശിനിക്കടവായിരുന്നു കേട്ടോ സ്റ്റേ എടുത്തത്. അവിടെ ചെന്ന് നമ്മൾ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് തൃച്ചംബരത്തേട്ട് പോയത്. പറശ്ശിനിക്കടവിൽ നിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്ററൊക്കെയാണ് തൃച്ചംബരത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കേട്ടോ തൃച്ചംബരം അമ്പലത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ തൃച്ചംബര ക്ഷേത്രത്തിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അവിടെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു അമ്പലമാണ് കേട്ടോ. ശ്രീകൃഷ്ണസ്വാമിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. അവിടുത്തെ ഒരു പ്രത്യേകതകളിലൊന്നാണ് ഒരു ഇലഞ്ഞിമരം. അത് കായ്ക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു ജലദുർഗാ ക്ഷേത്രമുണ്ട്. പിന്നെ ഈ അമ്പലത്തിൽ ആന കയറില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ അമ്പലത്തിലുണ്ട്. ശമ്പരമുനി തപസ് ചെയ്ത സ്ഥലമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അമ്പലത്തിലോട്ടുള്ള പടവുകൾ ഇറങ്ങി വരുമ്പോൾ വലതുവശത്ത് കാണുന്നതാണ് ജലദുർഗാ ക്ഷേത്രം. ശമ്പരമുനി മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുന്നതിന് മുൻപേ ആദ്യം ജലദുർഗയെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്തത്. ജലദുർഗയുടെ സാന്നിധ്യം അവിടെ ഉറപ്പിച്ചതിന് ശേഷമാണ് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിയത്. തൃച്ചംബരത്തിൻ്റെ ഐതിഹ്യം കുറേയുണ്ട്. എനിക്കറിയാവുന്നതിൽ കുറച്ച് പറയാം കേട്ടോ. അതായത് നമ്മളീ പറയുന്ന ജലദുർഗ എന്ന് പറയുന്ന യോഗമായയാണ്. യോഗമായ അറിയാലോ, ശ്രീകൃഷ്ണൻ ജനിച്ച സമയത്ത് ഗോകുലത്തിൽ ജനിച്ച പെൺകുഞ്ഞാണ് യോഗമായ. ശ്രീകൃഷ്ണനെ ഗോകുലത്തിലേക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ അവിടെ നിന്നും കൃഷ്ണന് പകരം മാറ്റിക്കിടത്താനായിട്ട് യോഗമായയാണ് തിരിച്ച് കംസന്റെ രാജധാനിയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഈ അമ്പലത്തിലെത്തിയത്. ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ അമ്പലത്തിൽ അങ്ങനെ ഒരുപാട് തിരക്കുകളൊന്നുമില്ല. നന്നായിട്ട് ഭഗവാനെ തൊഴാൻ സാധിച്ചു. ഈ ഇലഞ്ഞിമരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പണ്ടൊരു താപസി ഈ ഇലഞ്ഞിമരത്തിൻ്റെ ചുവട്ടിൽ വന്നിരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ വ്രണമായിരുന്നു. അപ്പോൾ ഈ വ്രണം മുഴുവൻ പഴുത്ത് അദ്ദേഹം വേദന കൊണ്ട് എൻ്റെ തൃച്ചംബരത്തപ്പ എന്ന് കരഞ്ഞുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇലഞ്ഞിമരത്തിൻ്റെ കായകൾ വീണ് കഴിഞ്ഞെന്നാൽ ആ താപസിയുടെ വ്രണം കൂടുതൽ വേദനിക്കുമെന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഇലഞ്ഞിമരത്തോട് ആ കായകൾ താഴേക്ക് വീഴരുതെന്ന് പറയുന്നു. ഭഗവാൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ ഇലഞ്ഞി കായ്ച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആ താപസിയുടെ കരച്ചിൽ കേട്ട ഭഗവാൻ ആ ഇലഞ്ഞിമരച്ചോട്ടിൽ താപസിയുടെ അടുത്ത് ചെന്നിരുന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റിക്കൊടുക്കുകയും ചെയ്തു. ഏതൊരു ഭക്തനും അവിടെ വന്നിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഭക്തൻ്റെ അരികിൽ ഭഗവാൻ എത്തും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഈ തൃച്ചംബര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും രാജരാജേശ്വരി ക്ഷേത്രവും അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രവും ഒരു ദിവസം, ഈ 3 ക്ഷേത്രങ്ങളും ഒരു ദിവസം തന്നെ തൊഴുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഞാൻ പറഞ്ഞ 3 അമ്പലങ്ങളെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രം തൊഴുത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറശ്ശിനിക്കടവ് വരുവാണെങ്കിൽ തൃച്ചംബരത്ത് വന്ന് തൊഴാൻ മറക്കരുതേ. ഒരുപാട് സവിശേഷതകളുള്ളൊരു അമ്പലമാണ്. ഇവിടെ വരുമ്പോൾ ആ കായ്ക്കാത്ത ഇലഞ്ഞിയും പൊൻചെമ്പകത്തറയും ജലദുർഗാ ക്ഷേത്രവും എല്ലാവരും നിങ്ങൾ കാണണം. ഇലഞ്ഞിത്തറയിൽ പോകാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബാക്കിയുള്ള അമ്പലങ്ങളുടെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ബൈ.